അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ അബസ 20 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന കുറച്ച് ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أماته فأقبره ثم ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. നാവിനെ കുറച്ച് പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. സുമ്മ മീമിന് ശ്രദ്ധ. അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. അമാതഹു മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരടിൽ കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. ഹ വമീറിന് ശേഷം വാവ് സൈറ വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹംസയുടെ മഖ്റജ് അക്സൽ ഹൽക്കാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാന ലെറ്ററാണ്. തഫ്രീം ചെയ്യുക. കൽക്കലയുടെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. ثم إذا شاء أنشره ثم സലൈറ്റാക്കി കൊടുക്കുക. മീമിന് ശ്രദ്ധ. അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. ഇതാ ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഷീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടി കൊടുക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായിട്ടുള്ള ഷീന് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. റോ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. കാഫ് ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. ലാമിന് ശബ്ദ വന്നു. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലമ്മ മീമിന് ശബ്ദ. അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ ലെറ്ററാണ്. തഫ്രീം ചെയ്യുക. കൽക്കലയുടെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ. വാദിൻ്റെ മഖ്റജ് ഹഫത്തുൽ ലിസാനും മേലെ നമ്മുടെ നാവിൻ്റെ സൈഡ്. ഹഫത്തുൽ ലിസാൻ നമ്മുടെ നാവിൻ്റെ സൈഡും അതിനോട് നേരിടുന്ന മേലെ അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയിൽ കൊണ്ടുവെക്കുക കേട്ടോ. നാവിൻ്റെ സൈഡിനെ മേലെ അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയിൽ കൊണ്ടുവെക്കുക. അതോടൊപ്പം തന്നെ നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ കേട്ടോ. വാദ് തുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. കെസ്റ ആയാലും നമ്മൾ നല്ലോണം ഉയർത്തി വേണം ഉച്ചരിക്കാൻ കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസ വന്നു. മദ് ജായിസ് മുൻഫസിൽ 2 or 4 ഹർക്കത്ത് നീട്ടി പാരായണം ചെയ്ത് കൊടുക്കുക. റോ ഫതഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യും. فلينظر الإنسان إلى طعامه ഫൽയൻദുർ ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം വാ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. റോ കെസ്റ ആയതുകൊണ്ട് താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസയുടെ മഖ്റജ് അക്സൽ ഹൽക്കാണ്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കണേ. ഇൻസാനു നൂൻ സാക്കിനയ്ക്ക് ശേഷം സീന് വന്നു. ഇഖ്ഫാൻ്റെ അക്ഷരമാണ് സീന്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. അലിഫ് സോയറും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇലാ ത്വാമി ലാമിൻ്റെ കൂടെ അലിഫ് സോയറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. തഫ്ഹീം ചെയ്യുന്നതോടൊപ്പം തന്നെ നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിൻ്റെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. താമി അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. അന്നാ സബബ്നൽ മാഅ സബ്ബ. നൂന്
മീമിന് ശദ്ദ അക്മൽ ഗുന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സ്വബബ്ന സ്വ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. തഫ്രീം ചെയ്യുന്നതോടൊപ്പം തന്നെ നാവിൻ്റെ ബാക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. സ്വബബ്ന ബ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, പക്ഷെ നമ്മൾ അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. സ്വബബ്നൽ മാ ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4-5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. സ്വബ സ്വ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. തഫ്രീം ചെയ്യുക, നാവിനെ നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ. അവസാനത്തിൽ ഫതഹ തൻവീൻ നിർത്തുമ്പോൾ മദ് ഇവളാണ് വരുന്നത് കേട്ടോ. 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യാം. ثم شققنا الأرض شقا. ثم ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഉച്ചരിക്കുക. മീമിന് ശ്രദ്ധ അക്മൽ ഗുന്ന നല്ലോണം മണിച്ചു കൊടുക്കുക കേട്ടോ. ثم شققنا الأرض. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. 2 ഖാഫിനെയും തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഖാഫ് സുക്കൂനുള്ള ഖാഫിന് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഷഖഖ്നൽ അർദ്. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ അലിഫ് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റാഇനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വാദിൻ്റെ മഖ്റജ് നമ്മൾ പഠിച്ചല്ലോ, ഹഫത്തുൽ ലിസാനും മേലെ അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയും ചേർന്നിട്ട് ഉച്ചരിക്കുക. തഫ്രീം ചെയ്യുവാണ് കേട്ടോ. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. ഷഖഖ്നൽ അർദ ഷഖ്ഖാ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. മദ് ഇവളിൽ വഖഫ് ചെയ്യുമ്പോൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.